ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 9. ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. 2020 ഞങ്ങളുടെ കല്യാണം. അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പഴയ ഫോട്ടോസിൻ്റെ ഒരു റിയാക്ഷൻ നേരത്തെ ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഞങ്ങളുടെ കല്യാണ വീഡിയോയും കൂടെ എല്ലാവരും കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം. അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോ എന്താണെന്ന് കണ്ടാലോ? വീഡിയോ കാണിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. നമുക്ക് എന്തായാലും ഫോട്ടോ നോക്കാം, എല്ലാ ഫോട്ടോയും കല്യാണം. ശരി, എന്നാൽ നമുക്ക് ഫോട്ടോ എല്ലാം കാണാം. കാരണം ഇന്നത്തെ ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോ വീഡിയോ റിയാക്ഷൻ ചെയ്ത പോലെ തന്നെ ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി മാറ്റം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസ് എല്ലാം നമുക്കൊന്ന് കാണാം. എല്ലാ ഫോട്ടോസും ഒന്നും കാണാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷനൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ മണവാളൻ്റെ ലുക്കൊക്കെ ഉണ്ട്. അന്ന് ഇത്ര കഷണ്ടി ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ എന്നാലും കഷണ്ടി ഉണ്ട് കേട്ടോ. ആ തലയിൽ അത്രയും കറുപ്പ് ഒപ്പിച്ചേക്കുന്നത് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഗുണമാണ്. വളരെ ലളിതമായിട്ടുള്ളൊരു കല്യാണമായിരുന്നു നമ്മുടേത്. പക്ഷേ ഇപ്പം ഞങ്ങൾ ആലോചിക്കുമ്പോൾ തോന്നും കുറച്ചും കൂടെയൊക്കെ ലളിതമായൊരു കല്യാണമായിരുന്നു നല്ലതെന്ന്, അല്ലേ? ഇത്രയും പോലും പൈസ മുടക്കി ഒരു കല്യാണം നടത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇനി എന്നെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു തുക നമ്മൾ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനും കൊടുത്തിട്ടുണ്ടെന്ന്. എന്നെ കാണിച്ചേച്ച് അന്നത്തെ അമ്മേനെ കണ്ടോ, ഇന്നത്തെ അമ്മ ഒത്തിരി പ്രായമായ പോലെ തോന്നും. നെക്സ്റ്റ് അടിച്ച്. ഇനിയാണ് നമ്മുടെ ആള് വരുന്നത്. കാണിക്കും. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളതാണേ. തലേ ദിവസം ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ജസ്റ്റ് വെഡ്ഡിങ് ഡേയിലെ ഫോട്ടോസ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇത് വീട്ടിൽ നിന്ന് നമ്മൾ കല്യാണത്തിന് പോകുന്ന സമയത്താണ്. അതിൽ അന്ന് സംഭവിച്ച ഏറ്റവും വലിയൊരു കോമഡി എന്നാണെന്നറിയാമോ? ഇവരോട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കണം എന്ന് പറഞ്ഞു. ഇവർ വിളിച്ചില്ല. നമ്മളെ കാണാതെ ആയിരുന്നപ്പോൾ ഇവർ നമ്മൾ വീട്ടിലോട്ട് വിളിച്ചപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചേരുമായിരുന്നു. ഈ ഫോട്ടോസ് ഒരു ഫോട്ടോ അടുപ്പിച്ച് കാണിച്ചേച്ച്. ഇതൊക്കെ ഞാൻ പറയുന്നത് കിട്ടുമല്ലോ അല്ലേ? ഈ ഫോട്ടോയ്ക്കകത്ത് എൻ്റെ പല്ലിനും ഇപ്പോൾ കാണുന്ന എൻ്റെ പല്ലിനും നല്ല വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ പല്ല് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. പല്ലിലെ കമ്പി എടുത്തത് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അതിൻ്റേതായൊരു ഭംഗി ആ പല്ലിനും ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഇവർ വിളിച്ച് നമ്മൾ ഓടിപ്പിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുഹൂർത്തത്തും കഴിയാൻ 10 മിനിറ്റോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഉപകാരം ഉണ്ടായത് കല്യാണത്തിൻ്റേതോ കെട്ടാൻ പോകുന്നതിൻ്റെ ആ ഒരു ടെൻഷനോ അത് കൂടുതൽ മനസ്സിലാവാരം കൊണ്ട് നടക്കണമെന്നില്ല. എന്നതാണ് പോലും ആ കൈകൂപ്പി ഒന്ന് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ എന്താ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചറിയില്ല, പക്ഷേ കൈകൂപ്പി നിന്നു ഞാൻ എന്തായാലും. ഓക്കെ, അങ്ങനെ നമ്മൾ 10 മിനിറ്റ് ഉള്ളപ്പോൾ അവിടെ എത്തി. പിന്നെ ഏറ്റവും കൂടുതൽ ഈ കല്യാണത്തിൻ്റെ ആ ഒരു ടെൻഷനും താലികെട്ടിൻ്റെ സ്ട്രെസ്സും നമ്മൾ ഒഴിവാക്കി തന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ആരോടാന്ന് വെച്ചറിയാമോ? നമ്മുടെ അവിടുത്തെ പൂജാരിയോട്. ഒരു ടെൻഷനും നമുക്ക് കൊടുക്കാതെ പെട്ടെന്ന് പുള്ളി കാര്യങ്ങൾ നടത്തി തന്നു കേട്ടോ. ഇതാണ് നമ്മുടെ വെളിച്ചൻ ഇപ്പോൾ നമ്മുടെ കൂടെയില്ല. ഇത് ചേച്ചി. ഇതാണ് നമുക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്താനുള്ള നമ്മുടെ പൂജാരി. ഈ പൂജാരി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കണ്ടായിരുന്നു. ആൽബത്തിലെ ഫോട്ടോസ് അല്ല കേട്ടോ, നമുക്ക് ഓൾറെഡി നമ്മുടെ വീഡിയോഗ്രാഫർ എടുത്ത ആ ഫോട്ടോസ് എല്ലാം അവർ ക്ലിക്ക് ചെയ്ത് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന ഫോട്ടോസ് ആട്ടോ, കുറേ ഫോട്ടോസ് ഉണ്ട്. നമുക്ക് നിശ്ചയമായിട്ടില്ലായിരുന്നു, കാരണം ഞങ്ങൾ രണ്ടും വെളിയിലായിരുന്നുകൊണ്ട് നമ്മൾ കല്യാണത്തിന് 10-12 ദിവസം മുമ്പ് അങ്ങാണ്ട് നാട്ടിൽ വരുന്നത്. അപ്പം എല്ലാം ഒന്നിച്ചുള്ള നടത്തുമായിരുന്നു. അങ്ങനെ ഇതിന് തൊട്ട് മുമ്പാണ് നമ്മൾ മോതിരം മാറിയത്. പിന്നെ ഈ മാലയ്ക്ക് വേറൊരു കഥയുണ്ട്. ഈ ഇട്ടേക്കുന്ന വലിയ മാലയ്ക്ക് എന്തൊരു വെയിറ്റ് ആയിരുന്നു അറിയാവോ അതിന്? എനിക്കാണെങ്കിൽ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഷോൾഡറൊക്കെ അങ്ങ് കഴിച്ച് പൊട്ടുമായിരുന്നു, അതുപോലെ വേദനയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നില്ല അല്ലേ? അത് കാണിക്കും. അങ്ങനെ 2020 ഫെബ്രുവരി 9 രാവിലെ 10:52 നമ്മൾ താലികെട്ട് നടന്നത്. ഈ 10:52 താലികെട്ട് നടന്നത് കറക്റ്റ് സമയം എങ്ങനെ അറിയാമോ? അവിടെ നിന്ന് നമ്മുടെ കൂടെയുള്ളവർ ടൈം നോട്ട് ചെയ്തായിരുന്നു. പിന്നെ അതുമല്ല, ഇതിനകത്ത് ആ ഫോട്ടോ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏതോ ഒരു ഫോട്ടോയ്ക്കകത്ത് കറക്റ്റായിട്ട് അച്ഛയുടെ വാച്ചിനകത്ത് നമുക്ക് സമയം കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ കറക്റ്റ് സമയം നമുക്കറിയാം 10:52 എന്നുള്ളത്. നമുക്ക് 10 തൊട്ട് 11 വരെയായിരുന്നു നമ്മുടെ മുഹൂർത്ത സമയം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ചെറുതായിട്ട് നമ്മൾ ലേറ്റായി പോയായിരുന്നു അമ്പലത്തിലെത്താനായിട്ട്. അതുകൊണ്ട് ഓടിപ്പിടിച്ച് അങ്ങനെ മുഹൂർത്തം തീരുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് നമ്മുടെ താലികെട്ട് നടന്നത്. പിന്നെ നമ്മൾ സാരി മാറാനായിട്ട് ഇവിടുത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരി എനിക്ക് തരുന്നു. ആ സാരി ഉടുക്കണമല്ലോ. അങ്ങനെ അവിടെ വെച്ച് സാരി വാങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പരിപാടി നടന്നു. അതാണ് എനിക്ക് ഇപ്പോഴും അങ്ങ് ദഹിക്കാതെ കിടക്കുന്നത്. ആ ഫോട്ടോ ഒന്ന് എടുത്തേച്ചേ. ഇത് തന്നെ. ഇങ്ങനത്തെ ചടങ്ങ് നിങ്ങളുടെ കല്യാണത്തിനുണ്ടായിരുന്നു? നിങ്ങളൊന്ന് പറയണേ. ഇങ്ങനെ ഞാൻ കാല് പിടി തൊട്ട് തൊഴുന്നത് അതാരെയാണ് ഞാൻ നോക്കിയത്? എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അവിടെ വന്ന് നിൽപ്പുണ്ടോ എന്ന് ആർക്കറിയാം. അങ്ങനെ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് സന്തോഷക്കണ്ണീരായിട്ട് വേണമെങ്കിൽ പറയാം. ഇനി അമ്പലത്തിനകത്ത് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത്. എന്ത് സമയം ഉളപ്പം ഇതൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല.
എന്നോട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുന്നു പറഞ്ഞേ ചേക്കണതേ നീ അങ്ങോട്ട് നോക്കൂല ഇങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അയ്യോ ഇതിൽ ഏറ്റവും വലിയൊരു വിറ്റ് ഞാൻ പറയട്ടെ. ഞങ്ങൾ തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം കണ്ടോ? ഞാൻ ശരിക്കും പൊക്കം കുറഞ്ഞിട്ടാ, നല്ല ഹൈറ്റ് വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഞാൻ അവിടുന്ന് നമ്മൾ അമ്പലത്തിൽ ആദ്യം കാണിച്ച ഫോട്ടോയിൽ കാറയിലിരുന്ന് ഇറങ്ങി താഴെ ഇറങ്ങുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ കല്യാണപ്പെണ്ണ് വരെ നോക്കി ആൾക്കാർ നിൽക്കുവാണല്ലോ. ആദ്യം കേട്ട എന്നാണെന്നറിയാവോ, അയ്യോ പെങ്കൊച്ചിന് ഒട്ടും ഹൈറ്റ് ഇല്ലല്ലോ എന്ന്. അപ്പം തന്നെ എനിക്ക് സാധാരണ നമുക്കത് കേൾക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കും. പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങ് ചിരിയാ വന്നേ. എന്നാണെന്നറിയാവോ, ഞാൻ ഈ കാറയിൽ നിന്ന് ഇറങ്ങി നിന്നത് ഒരു 1.5 പൊക്കമുള്ള ഒരു ചെരുപ്പിൻ്റെ പുറത്താണ് നിന്നത്. അപ്പം ഞാൻ അവിടെ കൂടെ നിന്നവരോട് പറഞ്ഞു, ദൈവമേ അവിടെ നിന്ന് ആരാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞ എല്ലാവരും തന്നെ അത് കേട്ടായിരുന്നു. പക്ഷേ ഈ ചെരുപ്പിൻ്റെ മണ്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ പൊക്കം കണ്ടിട്ട് ചിലപ്പം ആ പറഞ്ഞ അമ്മച്ചി ഞെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ചെരുപ്പ് പിന്നെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം അത്രയ്ക്കും കാലുവേദനയായിരുന്നു അത് ഇട്ട് കഴിഞ്ഞിട്ട്. അമ്പലത്തിനകത്ത് കുളം ഉണ്ടായിരുന്നു, ആ കുളത്തിനകത്ത് ഇറക്കി കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെന്തിനാ ആ ഫോട്ടോ എടുത്തെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്തൊരു വെയിലായിരുന്നു അറിയാമോ. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ സമയം 10:52. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ വന്നപ്പോൾ ഏകദേശം ഒരു 11-11:15 ആയിട്ടുണ്ട്. ഈ 11:15 അപ്പോൾ ഒരു വെയിലത്ത് നിന്ന് അത്രയും ഫോട്ടോ നമ്മളെടുത്തത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൻ്റെ അങ്ങോട്ട് വന്നു. എൻ്റെ അമ്മച്ചിൻ്റെ അച്ഛയും കാണിച്ചേ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിലോട്ട് വന്നു. ഇത് ഞങ്ങളുടെ അമ്പാടി ഇപ്പം എത്രയിലാണ് പഠിക്കണേ? അമ്പാടി പെട്ടിലാന്ന് തോന്നുന്നു. കുഞ്ഞൂസിനെ കാണിച്ചു. ഇത് ഞങ്ങളുടെ കുഞ്ഞു, ഇത് ഞങ്ങളുടെ ദേവു. ഇവന്മാരൊക്കെ ഇപ്പോൾ എന്തോ ഒരു വലിയ ചെറുക്കന്മാരായെന്നറിയാമോ. എല്ലാവരും വലുതായിപ്പോയി. ഈ ഒരു ചടങ്ങ് നടക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നത് കണ്ടോ? അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ ഞാൻ പഠിച്ചതല്ലേ, ഞാൻ അവൻ്റെ കാലം പിടിക്കുക. കാര്യം പറഞ്ഞാൽ അളിയനാണ്, പക്ഷെ നല്ല ചടങ്ങായിട്ടാണ് നടക്കണ്ടേ. കോളടിച്ചല്ലോ, ഒരു ചെയിനൊക്കെ കിട്ടി. ഇതെൻ്റെ ബ്രദറാണ്, ഇതെൻ്റെ ചാച്ച. അവനേക്കാളും പ്രായം കുറവാണ്. ഇതിലും വലിയ കോമഡി എല്ലാവരും ചിരി ഉണ്ടാക്കിയത് ഈ ഒരു സംഭവത്തിലാണ്. ഇതെൻ്റെ നാത്തൂനാണ്. ഞങ്ങൾ 2 പേരെക്കാളും 3-4 വയസ്സിന് എളുപ്പമാണ് അവൾ. ഞങ്ങൾ അവളുടെ കാല് പിടിക്കേണ്ടി വന്നു. സ്ഥാനമൊപ്പം എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ നമുക്ക് മധുരം നടുന്ന ഇടങ്ങായിരുന്നു. അതെ. എനിക്ക് ഒരു പഴം പോലും ആരും കോരി തന്നില്ല. എനിക്ക് പാവാല് മാത്രമേ കിട്ടിയുള്ളൂ. കണ്ടോ, ചാച്ച പഴം നോക്കി പിറക്കി എടുത്ത് കൊടുക്കുന്നത് കണ്ടോ. പിന്നെ ഇതെൻ്റെ പൊന്നു. ഇവളാണ് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാവ. ഇവളെ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് ആരുള്ളൂ. ഇപ്പോൾ വലിയ പെണ്ണായിട്ടോ. എന്നാലും ഈ പഴയ ഫോട്ടോ അവളൊന്ന് കാണട്ടെ ഈ വീഡിയോയിലൂടെ. ഇനി ഫുഡ് അടിയുടെ സമയമായി. ഭക്ഷണം കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ രണ്ടുപേരും ഒരു സന്തോഷം കണ്ടോ. അച്ഛൻ രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എനിക്ക് മാറ്റി തന്നായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും നേരെ സമയം കിട്ടിയെന്നുള്ളതാണ്. അടുത്ത ഫോട്ടോ എടുത്തേ. കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയതങ്ങാണ്ട് വെളുപ്പിന് 4 മണിക്കെങ്ങാണ്ട്. തലേ ദിവസം നമ്മുടെ മധുരം വെപ്പും ചടങ്ങും എല്ലാം കഴിഞ്ഞ് കിടന്ന്, പിന്നെ വീട്ടിലെ ഫംഗ്ഷനും പാട്ടും മേളവും എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ ഞങ്ങൾ 2:30 പിന്നെ ഈ പുറത്ത് അത്ര ഒച്ചപ്പാടിനിടയ്ക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഇന്നത്തെ പോലെ തന്നെ അന്നും എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. മിണ്ടുമ്പോൾ തന്നെ ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. ആ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ അത് ഇതിനകത്തില്ല. പിന്നെ അവിടെ ഒന്നും കുറേ ഫോട്ടോസ് എന്തായിരുന്നു അങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കുക. ശരിക്കും നമ്മൾ അടുത്ത് പോയി വന്ന് ശരിക്കും പറഞ്ഞാൽ ഇതേ കയറി ജല്ലലിൽ നിന്ന് തന്നെ ഒരു എന്തോ സമയം പോയി എന്നറിയാം. എല്ലാവർക്കും നിൽക്കൽ തന്നെയായിരുന്നു. ഞാൻ ഓടി വരുന്നു നടക്കുന്നു. അതിനിടയ്ക്ക് വീഡിയോ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഫോട്ടോ നടക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ച് നടക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്യാണ ഫോട്ടോസ്. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കണ്ടപ്പം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സന്തോഷം നിങ്ങളുടെയും കൂടെ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് അവളൊരു കല്യാണത്തിൻ്റെ ആ ഒരു മിനി വീഡിയോ ഇല്ലേ ചേ, നമ്മുടെ ജസ്റ്റ് ഫുള്ള് അതൊക്കെ. അയ്യോ അതിന് മെയിനായിട്ടുള്ള സീൻ കണ്ടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ സാരി മാറി വന്നു. ഈ സാരി മാറി, പക്ഷേ ഇങ്ങനെ ഈ ഫോട്ടോയിൽ കാണുമ്പോഴത്തേനും ഈ സാരി രണ്ടും ഒരുപോലെ തോന്നും. പക്ഷേ സാരി തന്നെ നേരിട്ട് കാണുമ്പോഴത്തേനും നല്ല വ്യത്യാസമുണ്ട് സാരിയുടെ ഷെയ്ഡ്. മറ്റത് റെഡായിരുന്നു, ഇത് ഗോൾഡനും ഒരു ഓറഞ്ചും കൂടെ തന്നൊരു ഡബിൾ ഷെയ്ഡ് സാരി ഇത്. പക്ഷേ ഫോട്ടോയിൽ കാണുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നും, പക്ഷേ നല്ല വ്യത്യാസമുണ്ട് കണ്ടോ. ഇതിൻ്റെ ഫുൾ ഇവിടെ ഗോൾഡനാണ്. ആ പഴയ ഫോട്ടോ തന്നെ കാണിച്ചാൽ 2 ഫോട്ടോയും കൂടെ നമുക്കൊന്ന് കമ്പയർ, 2 സാരിയുടെ വ്യത്യാസം നമുക്ക് നോക്കാം. കണ്ടോ, ഇത് ഫുള്ള് റെഡാണ് ഈ സാരി. അതിൻ്റെ സൈഡിൽ ഈ ഗോൾഡൻ ഷെയ്ഡുള്ളൂ, റെഡാണ്. മറ്റേ സാരി എടുത്തേച്ച് ഇതെടുത്ത് അതല്ല മുമ്പുള്ള ചേച്ചി അത് അതെ ഇതല്ല ഇത് കണ്ടോ ശരിയായില്ല. കണ്ടോ ഇത് ഓറഞ്ചും ഗോൾഡൻ ഷെയ്ഡും കൂടെ, മറ്റേതുപോലത്തെ സാരിയല്ല. പിന്നെ ഇത് ഉടുക്കാൻ നമുക്ക് സമയം കിട്ടിയപ്പോലും, കാരണം ഓൾറെഡി നമുക്ക് വീട്ടിൽ കയറാനുള്ള മുഹൂർത്ത സമയം കഴിയാറായി. വലിച്ച് വാരി കൊടുത്തിട്ട് പിന്നെ ഓടി വരികയായിരുന്നു. അപ്പോഴത്തേന് ഇവിടെ നമ്മൾ സാരി മാറാൻ പോയിട്ട് ലേറ്റ് ആയെന്നും പറഞ്ഞ് എനിക്കും ചേച്ചിക്കും നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ ചാച്ചയുടെ കരയരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാച്ചയുടെ കരയിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് തലേദിവസം ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്കിപ്പോഴും കരച്ചിൽ വരിക.
അങ്ങനെ കരച്ചിലൊക്കെ അടക്കി പിടിച്ച് ഞാൻ വണ്ടി കയറി. അങ്ങനെ ചാച്ചനെ മാത്രം കെട്ടിപ്പിടിച്ച് ചാച്ചനെ മാത്രം യാത്ര പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങാം. എനുവിനെയും ബ്ലസ്സിനെയും അമ്മച്ചിനെയും ഒന്നും ഞാൻ മൈൻഡേ ചെയ്യുന്നില്ല. ഇപ്പം എനിക്കത് ഓർക്കുമ്പോൾ സങ്കടം വരുക. അവർ മൈൻഡ് ചെയ്യാത്തതിലല്ല, ആ ഒരു മൊമെൻറ്റ് നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമല്ലായിരിക്കും അല്ലേ. പിന്നെ അങ്ങനെ വണ്ടി കയറി. ഇതാണ് നമ്മുടെ കല്യാണം നടന്ന ഇത് നമ്മുടെ കാറാട്ടോ. ഈ കാർ നമ്മൾ കല്യാണത്തോടനുബന്ധിച്ച് വാങ്ങിച്ചാണ്. എത്ര ദിവസം കിട്ടിയിട്ട് കല്യാണത്തിന് തലേ ദിവസം നമുക്ക് കാർ കിട്ടും. അത് അവർ ഉടക്കൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് കിട്ടൂല എന്ന് പറഞ്ഞു. ഞാൻ കല്യാണം വണ്ടി ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അവരെ ലാസ്റ്റ് ഡെലിവറി സമയമായപ്പോൾ കാറില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരെ വിളിച്ച് ഉടക്കുണ്ടാക്കി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കാർ എനിക്ക് കിട്ടണത് തന്നെ. ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ പ്രദേശങ്ങളും ഫ്രണ്ടും ഒക്കെ തന്നെ കേട്ടോ. കല്യാണ ചെറുക്കനെ ഞാൻ കയറി വന്നു. ഇതെൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്ഥലമാണ്. നമ്മൾ ദൂരെയെങ്കിലും പോയി എടുത്തല്ല. ഇത് രാവിലെ ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് എടുത്താണ്. ഇവിടേക്ക് ഇപ്പോൾ വീടുകൾ വന്നു. ഇതെല്ലാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഞാൻ ചാച്ച എന്ത് പറഞ്ഞാൽ ചിരിക്കുന്നേ ആർക്കറിയാം. അവർ ചിരിക്കാൻ പറയും നമ്മളോട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിരിക്കാനൊക്കെ പറയും. അമ്മച്ച വേറെ എന്തെങ്കിലും കഥയൊക്കെ പറയുക. നിങ്ങളുടെ ഇതാ, ഞാൻ നിങ്ങളെ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. വണ്ടിയിൽ വരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഡേയിലെ പിക്ചേഴ്സ് നിങ്ങളെല്ലാവരും കണ്ടു. ഇത് ശരിക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ മാരേജ് ഫംഗ്ഷനാണ് നിങ്ങൾ കണ്ടത്. ഇതിന് കുറച്ചും കൂടെ സിമ്പിളായിട്ട് കല്യാണം നടത്താമായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ആലോചിക്കുന്നത്. അതെ, ശരിക്കും നമുക്ക് കുറേ പൈസ നമുക്ക് ഈ കല്യാണ ഫംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലവാക്കുന്നുണ്ട്. പക്ഷേ അന്ന് നമുക്ക് അത്രയും ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പൈസ നമ്മൾ അത്രയും വലിയൊരു ഒത്തിരി പൈസ നമുക്ക് ചിലവായി എന്നല്ല, ഇതിലും സിമ്പിളായിട്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആ കല്യാണം നടത്താമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേക്ക് നിങ്ങളുടെ പഴയ ഫോട്ടോസ്, കല്യാണ ആൽബം, കല്യാണ വീഡിയോ എല്ലാം ഒന്നിരുന്ന് കാണണേ. എല്ലാ മെമ്മറീസും ഒന്ന് റീകളക്ട് ചെയ്തിട്ട് നമുക്ക് ചുമ്മാ അങ്ങ് ചിരിക്കാന്നേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഓക്കെ, ബൈ ബൈ.